ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുന്നൊരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇത് ആരും ചെയ്ത് നോക്കിയിട്ട് അവിടെ നോക്കുമ്പോൾ അത് ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു 5000 രൂപ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഇവിടെ കണ്ടോ, ക്രോമിൽ ക്ലിക്ക് ചെയ്യുക, ക്രോമിൽ കയറുക. അപ്പോൾ ആകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോമിൽ സെർച്ച് കയറണം. അപ്പോൾ അവിടെ ഫോട്ടോസ് ഗൂഗിൾ, അത് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ട് photosgoogle.com, അവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ കയറുകയാണ്. അപ്പം നമ്മുടെ നേരത്തെയും അങ്ങനത്തെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കണ്ടോ ഒരു ഫോട്ടോസ് എന്ന് എഴുതിക്കണം, google.com ഇല്ലേ, അതിൻ്റെ താഴെയായിട്ട് ഫോട്ടിങ്ങോളിൻ്റെ ഈ ഫോട്ടോസ്, അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു 3 സ്ട്രിപ്സ് ഉണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫോട്ടോസ് എന്ന് കാണിച്ച് ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ, ഇപ്പം ഞാനത് അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ സ്റ്റോറേജ് 15 GB, അത് 14.95 ആയിരുന്നു. അതെനിക്കത് സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒട്ടും സ്റ്റോറേജ് ഇല്ലായിരുന്നു എൻ്റെ അത്. അവിടെ ഒട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും എടുക്കത്തുമില്ല. ഇപ്പം എനിക്കെല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ അൺലോക്ക് സ്റ്റോറേജ് ഡിസ്കൗണ്ട് ഉണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഡിസ്കൗണ്ട് 30 GB 15 രൂപ കൊടുത്താൽ മതി. മാസം 15 രൂപ, അതായത് ഒരു വർഷത്തേക്ക് 499 രൂപ കൊടുത്താൽ മതി. ഡിസ്കൗണ്ട് ഉണ്ട്, വിത്ത് ഡിസ്കൗണ്ട്. ഇപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കൊടുക്കുക, നേരെ താഴ്ക്കുക. അപ്പോൾ അവിടെ സ്റ്റോറേജ് എന്ന് കിടപ്പില്ലേ, അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് പോകുമ്പം ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് 6 GB തന്നെ കിടക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യുക, ഇവിടെ ആയിട്ട് താഴെ കണ്ടോ ഈ കൺവേർട്ട് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു സ്റ്റോറേജ് സേവർ. നമ്മുടെ എല്ലാ ഡിവൈസിനും ഇത് ഐഫോണിലൊന്നും വേണ്ടതാണ് എനിക്ക് തോന്നുന്നു. ഐഫോണിലൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആൻഡ്രോയിഡ് നമ്മളത് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ കൺവേർട്ട് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അതങ്ങ് ലേൺ മോർ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബ്ലൂ കളറിൽ, അപ്പോൾ ലേൺ മോർ കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കംപ്രസിങ് മൈ എക്സിസ്റ്റിംഗ് ഫോട്ടോസ് കനോട്ട് ബി അൺഡൺ, കംപ്രസ് എക്സിസ്റ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. അപ്പം അവിടെ കൊടുക്കാം. എന്നിട്ട് കംപ്രസിങ് ദിസ് മേ ബി ടേക്ക് സെവറൽ അവേഴ്സ്, ഒരു 3-4 മണിക്കൂർ കൊണ്ട്, 3 മണിക്കൂർ ആയിരിക്കും. എനിക്കിത് 2 മണിക്കൂർ കൊണ്ടായി. നിങ്ങളുടെ ഡിവൈസിൻ്റെ ഒരു ഇത് വെച്ച് ഒരു ദിവസം വെയിറ്റ് ചെയ്തോ, നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഗൈസ്, സൈനിങ് അപ്പ്, സോഫ്റ്റ് ലോഞ്ച് ബൈ തെ.